PSC ബുള്ളറ്റിൻ മാർച്ച് മാസത്തിൽ നൽകിയിരിക്കുന്ന കെമിസ്ട്രിയിൽ നിന്നുമുള്ള ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ 1. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പരം പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകത്തെ ഉൽപ്പാദിപ്പിക്കാത്ത ജോഡി ഏതാണ്? ഓപ്ഷൻ എ സോഡിയവും വിനാഗിരിയും, ഓപ്ഷൻ ബി സിങ്കും ചുണ്ണാമ്പുവെള്ളവും, ഓപ്ഷൻ സി പൊട്ടാസ്യവും നാരങ്ങാനീരും, ഓപ്ഷൻ ഡി മഗ്നീഷ്യവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും. യഥാർത്ഥ ആൻസർ ഓപ്ഷൻ ബി ആണ്, സിങ്കും ചുണ്ണാമ്പ് വെള്ളവും. ജനറലി ഒരു ആസിഡ് ഒരു ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഗ്യാസും സാൾട്ടുമാണ് ഉണ്ടാകുന്നത്. ജനറലായിട്ടുള്ള ഇക്വേഷൻ മെറ്റൽ പ്ലസ് ആസിഡ് ഗീവ്സ് സാൾട്ട് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ക്വസ്റ്റ്യൻ 2. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുവാനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷനുകൾ എ സ്വേദനം, ബി അംശിക സ്വേദനം, സി സെപ്പറേറ്റിംഗ് ഫണൽ, ഡി ഉത്പതനം. ആൻസർ സി ആണ്, സെപ്പറേറ്റിംഗ് ഫണൽ. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ വേർതിരിക്കുവാനാണ് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുന്നത്. 2. മിശ്രിതങ്ങളല്ലാത്ത ദ്രാവകങ്ങൾ സെപ്പറേറ്റിംഗ് ഫണലിൽ എടുത്തു കഴിയുമ്പോൾ നമുക്ക് 2 പാളികളായിട്ട് അവയെ കാണാൻ കഴിയും. അവയിൽ കൂടുതൽ സാന്ദ്രതയുള്ള ലായകം താഴത്തെ പാളിയിലായിരിക്കും. ഒട്ടുമിക്ക ഹാലജനേറ്റഡ് ലായകങ്ങളും വെള്ളത്തിനേക്കാൾ സാന്ദ്രതയുള്ളവയാണ്. എന്നാൽ ഹാലജനേറ്റഡ് അല്ലാത്ത ലായകങ്ങൾ വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവായവയാണ്. ക്വസ്റ്റ്യൻ 3. ഹൈഡ്രജൻ വാതകത്തെ പറ്റിയുള്ള പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ഓപ്ഷനുകൾ എ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന പേരിന് അർത്ഥം വരുന്ന മൂലകമാണ് ഹൈഡ്രജൻ, ബി മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നു, സി അറ്റോമിക സംഖ്യയും അറ്റോമിക ഭാരവും തുല്യമായ മൂലകം, ഡി ഇരട്ടത്തലയുള്ള രാക്ഷസൻ എന്നറിയപ്പെടുന്ന മൂലകം. ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ്. ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന പേരിന് അർത്ഥം വരുന്ന മൂലകമാണ് ഹൈഡ്രജൻ എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പേരിന് അർത്ഥം വരുന്ന മൂലകം ഓക്സിജനാണ്. ഹൈഡ്രജന്റെ പേരിന്റെ അർത്ഥമെന്ന് പറയുന്നത് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ക്വസ്റ്റ്യൻ 4. ചില പദാർത്ഥങ്ങൾ മറ്റു ചില പദാർത്ഥങ്ങളുടെ കണികകളെ അവയുടെ ഉപരിതലത്തിൽ മാത്രം പിടിച്ചു നിർത്തുന്ന പ്രക്രിയ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഓപ്ഷനുകൾ എ അതിശോഷണം, ബി വ്യതിവ്യാപനം, സി ആഗിരണം, ഡി ഉൽപ്പതനം. ശരി, ഓപ്ഷൻ എ ആണ്, അതിശോഷണം. അതിശോഷണം അഥവാ അഡ്സോർപ്ഷൻ. ഒരു വാതകത്തിൻ്റെയോ ലായനിയുടെയോ കണികകൾ ഒരു കരവസ്തുവിൻ്റെയോ ദ്രാവകത്തിൻ്റെയോ പ്രതലത്തിൽ പറ്റിപ്പിടിക്കുന്നതാണ് അതിശോഷണം. അതിശോഷണത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം മരക്കരിയാണ്. മരക്കരിക്ക് കാർബൺ മോണോക്സൈഡ്, അമോണിയ തുടങ്ങിയ വാതകങ്ങളെ അതിശോഷണം നടത്തുവാനുള്ള കഴിവുണ്ട്. ഇത്തരം പ്രക്രിയകളിൽ കരി എന്നത് അതിശോഷകമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് അതിശോഷിതവും. ക്വസ്റ്റ്യൻ 5. ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന തെറ്റായ ജോഡികളിൽ ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബ്രൗൺ റിംഗ് ടെസ്റ്റ് നൈട്രേറ്റിനുള്ള ടെസ്റ്റാണ്. തീപ്പെട്ടിക്കൂടിൽ ഉപയോഗിക്കുന്നത് ആൻറ്റിമണി സൾഫൈഡ് ആണ്. കാറ്റലിറ്റിക് കൺവെർട്ടർ പലേഡിയം. ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് സെലീനിയം. ക്വസ്റ്റ്യൻ 6. ലിഥിയം എന്ന മൂലകത്തെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരി ഏത്? ഓപ്ഷൻ എ ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹം, ഓപ്ഷൻ ബി ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ലോഹങ്ങളിലൊന്ന്, സി വൈദ്യശാസ്ത്ര രംഗത്ത് ഭ്രാന്തിനുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. ലിഥിയം ഏറ്റവും ലഘുവായ ലോഹം, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം, ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. മെഴുകിൽ പൊതിഞ്ഞാണ് ലിഥിയം സൂക്ഷിച്ചു വെക്കുന്നത്. ക്വസ്റ്റ്യൻ 7. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂന്നാമത്തെ മൂലകം ഏത്? ഓപ്ഷനുകൾ എ ഓക്സിജൻ, ബി ആർഗൺ, സി കാർബൺ, ഡി നൈട്രജൻ. ആൻസർ ആർഗൺ.
അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജനാണ് 78%. രണ്ടാം സ്ഥാനത്ത് ഓക്സിജനാണ് 21% ഓക്സിജനാണ്. മൂന്നാം സ്ഥാനത്തുള്ള മൂലകമാണ് ആർഗൺ, 0.9% ആർഗണാണ്. ക്വസ്റ്റ്യൻ 8. പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഓപ്ഷനുകൾ: എ നിയോപ്രീൻ, ബി ബ്യൂണ എൻ, സി ഐസോപ്രീൻ, ഡി ബ്യൂണ എസ്. ശരിയായ ഓപ്ഷൻ സി ആണ്, ഐസോപ്രീൻ. നാച്ചുറൽ റബ്ബറിന്റെ അടിസ്ഥാന ഘടകമാണ് ഐസോപ്രീൻ. കൃത്രിമ റബ്ബറിലെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് നിയോപ്രീൻ ആണ്. അഥവാ ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏതാണെന്ന് ചോദിച്ചാലും നിയോപ്രീൻ ആണ്. ബെൻസീൻ, ടർപ്പന്റൈൻ തുടങ്ങിയ ദ്രാവകങ്ങളിൽ റബ്ബർ ലയിക്കുന്നു. റബ്ബറിന്റെ കാഠിന്യം കൂട്ടുവാൻ സൾഫർ ചേർക്കുന്ന പ്രക്രിയ വൾക്കനൈസേഷൻ എന്നറിയപ്പെടുന്നു. വൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡിയർ ആണ്. ബ്യൂണ എസ്, ബ്യൂണ എൻ എന്നിവ സിന്തറ്റിക് റബ്ബറുകളാണ്. സ്റ്റൈറീൻ ബ്യൂട്ടാഡൈയിൻ റബ്ബർ അഥവാ SBR എന്നറിയപ്പെടുന്ന റബ്ബർ ബ്യൂണ എസ് ആണ്. നൈട്രൈൽ റബ്ബർ അഥവാ NBR എന്ന് അറിയപ്പെടുന്നത് ബ്യൂണ എൻ ആണ്. 1,3-ബ്യൂട്ടാഡൈയിനും സ്റ്റൈറീനും കോപോളിമറൈസ് ചെയ്ത് ഉണ്ടാകുന്ന സിന്തറ്റിക് റബ്ബറുകളാണ് ബ്യൂണ എസ്. ടയറുകൾ, ഷൂ സോളുകൾ, കോട്ടിംഗ് ഉള്ള പേപ്പറുകൾ എന്നിവയൊക്കെ ബ്യൂണ എസ് റബ്ബറുകൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അക്രിലോ നൈട്രൈലും ബ്യൂട്ടാഡൈയിനും ചേർന്ന് ഉണ്ടാകുന്ന ഒരു സിന്തറ്റിക് റബ്ബറാണ് ബ്യൂണ എൻ. ഇവ എണ്ണ, ഇന്ധനം, മറ്റ് രാസവസ്തുക്കൾ എന്നിവയോട് പ്രതിരോധിച്ചു നിൽക്കുന്നതിനാൽ തന്നെ സീലുകൾ, ഗാസ്കറ്റുകൾ, മറ്റു വ്യാവസായിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ 9. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷനുകൾ: എ അയഡിൻ 131, ബി കാർബൺ 14, സി ഫോസ്ഫറസ് 31, ഡി പൊട്ടാസ്യം 40. ആൻസർ ഓപ്ഷൻ എ ആണ്, അയഡിൻ 131. അയഡിൻ 131 എന്നത് തൈറോയിഡ് ക്യാൻസർ കണ്ടെത്തുന്നതിനും ഹൈപ്പർ തൈറോയിഡിസത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ്. കാർബൺ 14 ഐസോടോപ്പ് ഉപയോഗിച്ച് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയെ കാർബൺ ഡേറ്റിംഗ് എന്നും വിളിക്കുന്നു. കാർബൺ ഡേറ്റിംഗ് കണ്ടെത്തിയത് വില്യാർഡ് ലിബിയാണ്. പൊട്ടാസ്യം 40യും പാറകളുടെയും ധാതുക്കളുടെയും കാലഗണന കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. കൂടാതെ പ്രകൃതിദത്ത വികിരണത്തിന്റെ അളവ് മനസ്സിലാക്കുവാനും വികിരണത്തിന്റെ ജൈവശാസ്ത്രപരമായ സ്വാധീനം പഠിക്കുവാനും പൊട്ടാസ്യം 40 ഉപയോഗിക്കുന്നുണ്ട്. ഫോസ്ഫറസ് 31 ഫോസ്ഫറസ് അടങ്ങിയ രാസസംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുവാനായി NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ 10. ഏത് ലോഹത്തിന്റെ ധാതുവാണ് കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷനുകൾ: എ ഇരുമ്പ്, ബി നിക്കൽ, ഓപ്ഷൻ സി അലുമിനിയം, ഓപ്ഷൻ ഡി സിലിക്കൺ. ശരിയായ ഓപ്ഷനാണ് ഓപ്ഷൻ സി അലുമിനിയം. ക്വസ്റ്റ്യൻ 11. ഒരു ആറ്റത്തിലെ ഏറ്റവും പുറമെയുള്ള ഇലക്ട്രോൺ ക്രമീകരണം 3p3 എന്നായാൽ അതിന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? ഓപ്ഷനുകൾ: എ 10, ബി 13, സി 23, ഡി 15. ആൻസർ ഡി ആണ്, 15. ഒരാറ്റത്തിന്റെ പുറമെയുള്ള ഇലക്ട്രോണിക് ക്രമീകരണം 3p3 ആയാൽ അതിന്റെ മുഴുവൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p3 എന്ന് വരും. മൊത്തം ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 15 ആയിരിക്കും. ക്വസ്റ്റ്യൻ 12. പ്രസ്താവനകൾ പരിഗണിക്കുക. 1. യുറേനിയം, തോറിയം എന്നിവ എഫ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. 2. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ റേഡിയോ ആക്റ്റീവ് സ്വഭാവം കാണിക്കുന്നവയാണ്. ഈ രണ്ട് പ്രസ്താവനകളിൽ ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്, ഓപ്ഷൻ ബി 2 ശരി 1 തെറ്റ്, ഓപ്ഷൻ സി 2ഉം ശരിയാണ്, ഓപ്ഷൻ ഡി 2ഉം തെറ്റാണ്. ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം ശരിയാണ്. ക്വസ്റ്റ്യൻ 13. തണുത്ത ജലവുമായി നേരിയ പ്രവർത്തനവും എന്നാൽ ചൂടുവെള്ളവുമായി തീവ്രമായും പ്രവർത്തിക്കുന്ന ലോഹം ഏത്? ഓപ്ഷനുകൾ: എ കാഡ്മിയം,
ബി സിങ്ക്, സി മഗ്നീഷ്യം, ഡി അയൺ. ആൻസർ സി ആണ് മഗ്നീഷ്യം. രാസസൂര്യൻ, കെമിക്കൽ സൺ എന്നിങ്ങനെയൊക്കെയാണ് മഗ്നീഷ്യം അറിയപ്പെടുന്നത്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും മഗ്നീഷ്യമാണ്.